ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. സുഖമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്സ് പരമായിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റീസുകൾ കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. 1 മുതൽ 100 വരെ പഠിച്ചിട്ട് നമുക്ക് കൗണ്ട് ആൻഡ് റൈറ്റ് കൊടുക്കാം. നല്ല നല്ല പിക്ചേഴ്സുകൾ അവർക്ക് ആകർഷകമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്താൽ അവർക്കും ഒരു ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഇത്തിരി സമയമെടുത്തിട്ടായാലും ഞാൻ അവർക്ക് നല്ല രീതിയിലെല്ലാം വരച്ച് എഴുതിയാണ് കൊടുക്കുന്നത് പതിവ്. അപ്പോൾ നമുക്ക് മിസ്സിങ് നമ്പേഴ്സുകൾ കൊടുക്കാം, അവർക്ക് പിക്ചർ വരച്ചിട്ട് കൗണ്ട് ചെയ്യാൻ, അങ്ങനെ കളറിങ്, അങ്ങനെ ഒരുപാട് ഹൗ മെനി എന്ന് ചോദിച്ചിട്ട് അതിൽ സർക്കിൾ വരയ്ക്കാൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റും. എത്രത്തോളം മാത്സിൽ നമുക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സംഖ്യകളുമായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു ആത്മബന്ധം ഉണ്ടാകും. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൗണ്ട് ആൻഡ് മാച്ച് അങ്ങനെയൊക്കെ വരച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എണ്ണീട്ട് മാച്ച് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ബിഫോർ, ബിറ്റ്വീൻ, ആഫ്റ്റർ തീർച്ചയായിട്ടും 1 മുതൽ 100 വരെ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതായിട്ട് എഴുതാൻ പറ്റിയൊരു പ്രവർത്തനമാണ്. അപ്പോൾ മുൻപ് ഏതാണ്, ഇടയിൽ ഏതാണ്, ശേഷം ഏതാണ് സംഖ്യകൾ വരുന്നതെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ അതിൽ ഒരു പ്രവർത്തനമല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും നല്ലതായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എണ്ണി ഏതാണ് മുൻപ് വരുന്നത്, ഏതാണ് ഇടയിൽ വരുന്നത്, ഏതാണ് ശേഷം വരുന്നതെന്നുള്ള സംഖ്യകൾ പെട്ടെന്ന് എഴുതി എന്നെ പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അഡിഷൻ, നമ്മൾ ഡയറക്റ്റായിട്ടൊരു നമ്പർ ഇട്ട് കൊടുത്ത് കയ്യിലെണ്ണി വിരലിലെണ്ണി അങ്ങനെ എഴുതാൻ പറയുന്നതിൽ നല്ലത് പിക്ചറിലൂടെ ഫസ്റ്റ് കുഞ്ഞുങ്ങൾ അത് തമ്മിൽ എത്ര ഉണ്ടെന്ന് ടോട്ടൽ ചെയ്ത് എണ്ണി എഴുതാനുള്ള അങ്ങനെ കുറേ അഡിഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഡയറക്റ്റായിട്ട് 1 എത്രയാണ്, 2 എത്രയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതുപോലെ സബ്സ്ട്രാക്റ്റ് ആയാലും നമ്മൾ ഈ പറയുന്നത് പോലെ പിക്ചർ ഇപ്പോൾ കൊടുത്തിട്ട് അത് വെട്ടിക്കളഞ്ഞ് എത്രയാണോ അവിടെ എഴുതിയേക്കുന്നത് അത് വെട്ടിക്കളഞ്ഞ് അതിന് ശേഷം എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് സബ്സ്ട്രാക്ഷൻ ഓരോന്ന് കൊടുക്കുന്നത്. ഇത് മിസ്സിങ് ലെറ്റേഴ്സാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ എത്രയാണെന്നുള്ളത് സർക്കിൾ വരയ്ക്കും. പിന്നെ ബിഗ്, സ്മാള്, കുഞ്ഞുങ്ങൾക്ക് ബിഗ് ഏതാണ്, വലിയ നമ്പർ ഏതാണ്, ചെറിയ നമ്പർ ഏതാണെന്ന് ഇപ്പോഴേ അറിയണം. അപ്പോൾ അതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ബിഗ് ഏതാണ്, സ്മാൾ ഏതാണെന്നുള്ളത് അവരെ കൊണ്ട് നമ്പേഴ്സിൽ ചെയ്യിപ്പിക്കും. ഇതൊക്കെ നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്തതാണ് ഓരോന്ന് നിങ്ങളീ കാണുന്നത്. ഇതെല്ലാം നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യിക്കുന്നതാണ് ഇതെല്ലാം. അതിൽ അഡിക്ഷനും ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ വർക്കുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ഈ പറയുന്നത് പോലെ ഫിൽ ദ കളർ കൊടുക്കാൻ, എത്രയാണ് ഓരോ നമ്പേഴ്സിലും കളർ കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഓരോ പിക്ചർ വരച്ചിട്ട് ചെയ്യാനുള്ളതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്സാണ്. കാരണം മാത്സ് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആ മാത്സിനോടുള്ള താല്പര്യമാണ്. വേറെ ഏത് സബ്ജക്റ്റിനെക്കാട്ടിലെ ഏറ്റവും ഇഷ്ടം അവർക്ക് മാത്സ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ക്ലാസ്സുകളിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ താങ്ക് യു, ബൈ.